പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഭവത്തിൻ്റെ തലങ്ങളിൽ കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിൻ്റെ അനുഭവങ്ങളുമായി നമ്മൾ വീണ്ടും ഒരുമിക്കുകയാണ്. യേശു അനുഗ്രഹിച്ചതിൻ്റെ ആ സന്തോഷവും സമാധാനവും ആനന്ദവും പങ്കുവയ്ക്കുന്ന സമയമാണ് ഈ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷ. അനേക വർഷങ്ങളായി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകുന്ന പുണ്യഭൂമിയാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം. ഇവിടെ നടത്തപ്പെടുന്ന ധ്യാന ശുശ്രൂഷകൾ, മറ്റ് ശുശ്രൂഷകൾ വഴിയായി കർത്താവിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ച അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയും കർത്താവ് നമ്മെ ഒത്തിരി അനുഗ്രഹിച്ച് ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുക. പരിശുദ്ധ ഗ്രന്ഥത്തിൽ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പ്രകാരമാണ് നമ്മൾ കാണുന്നത്: നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, കൃതജ്ഞതയോടെ ഉണർന്നിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം, കൃതജ്ഞതയോടെ ഉണർന്നിരിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് കർത്താവ് നമ്മെ വിളിക്കുക. ഒരു ഉണർവിൻ്റെ നിമിഷങ്ങളാണ് ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വചനം ശ്രവിക്കുമ്പോഴും വലിയൊരു ഉണർവാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിരന്തരം കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, അവന് സാക്ഷിയായി തീരാനാ, അവൻ്റെ സ്നേഹത്തിൽ വളരാനും വസിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഉണർവ് നമുക്ക് വേണ്ടത്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഴ്ചയും നടത്തപ്പെടുന്ന ഈ ധ്യാനത്തിലൂടെ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ ഒരാഴ്ചക്കാലം ഈശോ നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ വളരുവാനായി ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 1:12: സഹോദരരെ, എനിക്ക് സംഭവിച്ചിട്ടുള്ളവയെല്ലാം തന്നെ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ തകർച്ചകളുണ്ടോ അവിടെയെല്ലാം ഈശോ വെറും ഒരു സൗഖ്യമല്ല തരുന്നത്. പിന്നെയോ സമാന തകർച്ചയിൽ കഴിയുന്ന അനേകം പേർക്ക് നമ്മളിലൂടെ സൗഖ്യം തരാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഈ ധ്യാന മന്ദിരത്തിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഈ ചാലക്കുടിയിലുള്ള നമ്പർ 1 മദ്യപാനിയായിരുന്നു. നമ്പർ 1. പക്ഷെ ദൈവം അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹം കുടി നിർത്തി കഴിഞ്ഞ ശേഷം പിന്നെ മരണം വരെയും അദ്ദേഹം സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത്രയും ബൃഹത്തായ ഈ ധ്യാനമന്ദിരത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പം ഞാനിതിവിടെ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതുപോലെ സുവിശേഷ വിളിയുണ്ട്. നീ നിന്നെ തന്നെ യേശുവിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓരോ വിശുദ്ധ കുർബാനയും ശക്തനായ ദൈവത്തിൻ്റെ ശക്തി മാഹാത്മ്യത്തെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അനുഭവിക്കാനും സ്വീകരിക്കാനും സ്വന്തമാക്കാനും കർത്താവ് ഒരുക്കിയിരിക്കുന്ന സമയമാണ്. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് പറയുന്നത് പോലെ ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ശക്തിയും അനുഗ്രഹവും കൃപയെല്ലാം ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഓരോ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും പുതുതായി കർത്താവ് തരുന്നു. പക്ഷെ അതിനെ സ്പർശിക്കും. ഇന്ന് വരെ നീ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കാര്യം കർത്താവ് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഈശോ തന്ന ഉറപ്പിതാ, വിശ്വാസത്തിലൂടെ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഒക്കെ മനസ്സിൽ ഈശോയെ ഈ ധ്യാനത്തിലൂടെ, ഈശോയെ ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ഈ കാര്യം തരണേ, ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് എനിക്ക് തരണേ. വിശ്വാസത്തിലൂടെ എല്ലാം നേടിയെടുക്കാനാണ് സാധിക്കും. എൻ്റെ പേര് വിനോദ്, എൻ്റെ ഭാര്യ മെറീന. ഞങ്ങൾ കൊല്ലത്തിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 4ാമത്തെ ദിവസം ധ്യാനം തീർന്നു. നല്ല ആത്മശാന്തി കിട്ടി. നല്ല ധ്യാനമാണ്. എല്ലാവരും വരിക. ആത്മശാന്തി, ശരീര സൗഖ്യം എല്ലാം കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഇവിടെ വന്ന് ധ്യാനം കൂടണം. ഒന്ന് കൊരിന്തോസ് 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ ഒരിക്കലുമില്ല. ഈ ജഡിക പാപത്തിന് വേണ്ടി ശരീരം ഉപയോഗിക്കരുത്. ദൈവത്തിൻ്റെ ആലയം, ക്രിസ്തുവിൻ്റെ അവയവം, പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലം. വീണ്ടും 1 കൊരിന്തോസ് 6:19-20. 1 കൊരിന്തോസ് 6:19-20 ശ്രദ്ധിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീര ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഈ ശരീരമുണ്ടല്ലോ വിലയ്ക്ക് വാങ്ങിയതാ. എങ്ങനെ? പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണ് ഈ ലോകത്തെ മനുഷ്യ മക്കളെ രക്ഷിക്കാൻ ദൈവം തമ്പുരാൻ വലിയൊരു വില കൊടുത്തു. ആ വിലയാണ് നമ്മുടെ കർത്താവിൻ്റെ കുരിശു മരണം. ഇത് ദൈവം കൊടുത്ത വിലയാ. സ്വന്തം മകനെ വിലയായി കൊടുത്തു നമ്മെ രക്ഷിക്കാൻ. അതുകൊണ്ട് വില കൊടുത്ത് വാങ്ങിയത്. അതുകൊണ്ട് പറയുന്നത് 1 കൊരിന്തോസ് 7:23 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. ഈ ശാരീരിക പാപത്തിന് ഒരു മനുഷ്യന്റെ മുൻപിലും നീ അടിമയായി കിടക്കരുത്. നീ ഭയപ്പെട്ട് അടിമയായി കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാമി. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് റോയ്. ഞങ്ങളിവിടെ വന്നത്, എൻ്റെ ഡാഡി 3 മാസം മുന്നേ മരിച്ചു. 27 വർഷം മുമ്പ് എൻ്റെ മമ്മി മരിച്ചു. അത് കഴിഞ്ഞ് ഡാഡി ഇപ്പം ഈയിടയ്ക്ക് മരിച്ചു. അപ്പം മിനിഞ്ഞാന്ന് വരെ എനിക്ക് ഡാഡിയുടെ ഈ മരണ കാര്യം പറയുമ്പോഴേക്കും ഞാനിങ്ങനെ കരയുമായിരുന്നു. ഇവിടെ വന്ന് ആരാധനയുടെ സമയത്ത് പനക്കിലച്ചൻ പറഞ്ഞു, ഈശോയുടെ തോളിലാണ് ഓരോ മരിച്ച വ്യക്തികളും ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മരിച്ചവരെ കുറിച്ച് വിലപിക്കരുതെന്ന് പറഞ്ഞത്. അത് കേട്ട നിമിഷം തന്നെ എന്നിൽ നിന്ന് ആ ഒരു വിഷമം പോയി. കൂടാതെ എൻ്റെ ഹസ്ബൻഡിന്
മുട്ടിലെ ടിഷ്യൂസ് എല്ലാം കീറിയിരിക്കണേ. അപ്പം അത് നമ്മൾ 9 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പലരും പല ഡോക്ടേഴ്സ് പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ എവിടെ പോയാലും ആളുകൾ പറയും നിങ്ങളിത് കൊണ്ടേ ചികിത്സിക്കണം. പക്ഷെ ഞങ്ങൾക്കറിയാം നമ്മുടെ ഈശോ ആണ് ഇതെല്ലാം ഹീൽ ചെയ്യുന്നതെന്ന്. അപ്പം ഞങ്ങൾ അവർ പറയുന്നത് കേട്ട് തിരിച്ചു വരും. ആരാധനയുടെ സമയത്ത് ഇതുപോലെ ഹസ്ബൻഡ് സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത ഹസ്ബൻഡ് ആ സ്റ്റെപ്പുകൾ മുഴുവൻ കയറി തിരിച്ചു നടക്കുകയും ആൾക്കിപ്പോൾ വലിയ വേദനയൊന്നും ഇല്ല. ഈശോ ഞങ്ങൾക്ക് വലിയൊരു ഹീലിംഗ് തന്നു. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ആത്മാവിൻ്റെ തലത്തിൽ നമുക്ക് കിട്ടേണ്ട സൗഖ്യം എന്തെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മുടെ ആത്മാവിന് എവിടെയാണ് രോഗം ബാധിച്ചത്, എവിടെയാണ് ആത്മാവിനൊരു കൃപ നഷ്ടപ്പെട്ടു പോയത്, എവിടെയാണ് ഒരു അഭിഷേകം ചോർന്നു പോയത് എന്നൊന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ശ്രദ്ധ നമുക്കില്ല എങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. ആത്മാവ് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ആത്മീയ തലത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാലേ നമുക്ക് അതൊന്ന് പരിഹരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും നമ്മെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല. എൻ്റെ പേര് കാത്രിൻ. ഞാൻ മരക്കെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരത്തി പ്ലസ്സി. ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടോടെ വിദ്യാഭ്യാസമായിട്ടുള്ള ഒക്കെ സങ്കടത്തോടെ വന്നത്. ഞങ്ങൾ ധ്യാനത്തിൽ പങ്കെടുത്തതോടെ ഒരുപാട് അനുഗ്രഹങ്ങളും ഞങ്ങൾക്കുണ്ടായ കുറേ സങ്കടങ്ങളൊക്കെ മാറാൻ പറ്റി. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാരാ? അത് യേശുക്രിസ്തു. അപ്പൊ ആ വചനം, ദൈവം സമം വചനം സമം യേശുക്രിസ്തു. അപ്പൊ ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് യേശുവാ. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. എൻ്റെ പേര് കാർത്തിക. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഒരുപാട് മാനസിക പ്രശ്നങ്ങളും അതുപോലെ മനസ്സിനൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ധ്യാനം കൂടാൻ വന്നത്. ഇപ്പം ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ആരാധനയുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. അതിലൂടെ എൻ്റെ മനസ്സിൻ്റെ കുറേ ഭാരങ്ങളൊക്കെ എനിക്ക് ഇറക്കി വയ്ക്കാൻ സാധിച്ചു. ഇനി മുന്നോട്ടേക്ക് ജീവിതത്തിൽ എന്താണെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏകദേശം പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്നു മനസ്സിന് ഇവിടെ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ. ഒരുപാട് പ്രതീക്ഷയും തോന്നുന്നു. സങ്കീർത്തനങ്ങൾ 41:1 എന്താ പറയുന്നത്? ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ദരിദ്രരോട് കൈ കാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. ഇതാണ് കർത്താവ് നമ്മളോട് കാണിക്കുന്ന കരുണ. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളുടെ ദിനങ്ങളിൽ കർത്താവ് ആ കഷ്ടതയിൽ നിന്നും എന്നെ രക്ഷിക്കും. അവനാണ് ഭാഗ്യവാൻ, അവളാണ് ഭാഗ്യവതി. ഒരു കോടിയിലധികം ആളുകളെ ഈശോയുടെ വചനത്തിൽ നിറച്ച്
മനുഷ്യ ജീവിതത്തെ നവീകരിക്കുകയും പുനർനിർമ്മിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഈ വചനകൂടാരത്തിൽ എന്തെല്ലാമോ കാരണങ്ങളാൽ നമ്മളെത്തി എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് ഈ കസേരത്തുണ്ടിൽ ഇരുത്തിയ ആളുടെ പേരാണ് നമ്മുടെ ഏകരക്ഷകനായ യേശു കർത്താവ്. എൻ്റെ പേര് ജെയ്സൺ. ഞാൻ കണ്ണമാലി ചെറിയടവിൽ നിന്ന് വരുന്നു. ഒത്തിരി വിഷമവും ഇതൊക്കെ ഉണ്ടായപ്പോഴാണ് വന്നത് ഇവിടെ. പക്ഷെ വന്ന് കൂടിയപ്പോൾ നല്ലൊരു അനുഭവം കിട്ടി. നല്ലൊരു ധ്യാനമാണ്. ഹല്ലേലൂയ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ. നോക്കണം, ഏൽപ്പിച്ചു തരിക എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മളെ ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിതാവായ ദൈവം നമുക്ക് വേണ്ടി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. പിലാത്തോസിൻ്റെ കയ്യിലോട്ടും യഹൂദന്മാരുടെ കയ്യിലേക്കും യഹൂദ പുരോഹിതന്മാരുടെ കയ്യിലേക്കും യേശുവിനെ പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്ത്. എന്തിനാ? നമ്മോടുള്ള പിതാവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റാണി. ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്ന് ഇത് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. വന്നപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കയ്യിലൊരു കട്ടി പോലെ കിടന്ന് അത് സുഖമായി. പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലെ തോന്നി, സുഖമായി. അത് ഈശോയ്ക്ക് നന്ദി പറയണം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, വചനങ്ങൾ 46 മുതൽ 50 വരെ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യന്മാർ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എൻ്റെ പേര് രാജി. ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഇവിടെ ധ്യാനം കൂടാൻ ആദ്യം ഫസ്റ്റ് ഡേ വന്നത്. പക്ഷേ ഇന്നിപ്പം 4 ദിവസമായി. വെള്ളിയാഴ്ച ദിവസം, ഞായറാഴ്ചയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ കിട്ടുകയും അതുപോലെ തന്നെ ഞാൻ അതുപോലെ സന്തോഷിച്ചാണ് തിരിച്ച് വീട്ടിലോട്ട് നാളെ മടങ്ങാനിരിക്കുന്നത്. ആത്മാവിൽ വീണ പാപക്കറകള് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ഏതൊക്കെയെന്ന് കണ്ടെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ ഈശോയെ, എൻ്റെ ഹൃദയത്തിലെ പാപക്കറകളെ കഴുകിക്കളയുവാൻ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടിക്കേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ, രോഗിയാണോ ഞാൻ നാഥ
തോന്നണമേ. സ്നേഹമുള്ളവരെ, ഈ ആഴ്ചയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി ദൈവാനുഭവത്താൽ നിറഞ്ഞ് വചനത്തിൻ്റെ നിറവും സന്തോഷവും സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് പോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വലിയ സന്തോഷമുണ്ട്. അതിനേക്കാളെല്ലാം അധികമായിട്ട് വലിയൊരു ദൈവാശ്രയ ബോധമുണ്ട്. വചനം ഇങ്ങനെ ഓർപ്പെടുത്തുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ കർത്താവിൽ തന്നെയാണ്. പല വിധത്തിലുള്ള ദുഃഖങ്ങൾ, രോഗങ്ങൾ, നൊമ്പരങ്ങൾ, ജീവിത തകർച്ചകൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ആയിട്ടാണ് ഈ ആഴ്ചയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നത്. ഈശോ എന്ത് ചെയ്തു? ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ മനസ്സിനെ നാളുകളായിട്ട് അലട്ടുന്നതായ ദുഃഖഭാരങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ, ജീവിതത്തിൽ അടഞ്ഞ വഴികൾ, ഇതെല്ലാം ഈശോ ഏറ്റെടുത്ത് ഉള്ളിൽ വലിയൊരു ആനന്ദവും സന്തോഷവും എന്തിനേയും നേരിടാനായിട്ട് ഇനി സാധിക്കും എന്നൊരു കരുത്ത് നൽകിയിരിക്കുകയാണ്. ആ അനുഭവം ലഭിച്ചവർ അത് ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം കിട്ടിയത്. ഇവരോടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ, അവരുടെ പ്രത്യാശ കർത്താവിൽ തന്നെയാണ്. അതെ, കർത്താവിൽ ആശ്രയിക്കുകയും പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിത വഴികൾ അത് കർത്താവാണ് നയിക്കുന്നത്. ഇനിയുള്ള നാളുകളെല്ലാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തെയും ജീവിത വഴികളെയും നയിക്കും. ആ ഒരു പ്രത്യാശയാണ് ജീവിതത്തിൻ്റെ ബലം, ജീവിതത്തിൻ്റെ ശക്തി. ഈ പ്രത്യാശ തരുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ ലഭിച്ച ആത്മാവിൻ്റെ ആ നിറവും ശക്തിയും ബോധ്യവും നിങ്ങളെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും, ഏത് ബുദ്ധിമുട്ടുകളെയും, ഏത് രോഗത്തെയും അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള കരുത്ത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ കൂടെ ഉണ്ടായിരിക്കുന്ന ദൈവിക ശക്തിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഓരോ വ്യക്തികൾക്കും സഹായിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദൈവം എപ്പോഴും നിങ്ങളെ സഹായിക്കും. ഒരു കാര്യത്തിലും നിരാശപ്പെടരുത്, അസ്വസ്ഥത തോന്നരുത്, പരാതി പറയരുത്. ദൈവമാണ് എൻ്റെ പ്രത്യാശ, ദൈവമാണ് എൻ്റെ ശക്തി, ദൈവമാണ് എൻ്റെ ബലം. ഈ ബോധ്യത്തിൽ നീങ്ങുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.